ഹായ് കൂട്ടുകാരെ, ഇന്ന് ദില്ലി മേ ഉനീദ് എന്ന ലെസണിൽ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് ക്രമം തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. അത് ഓർഡർ അനുസരിച്ച് എഴുതണം. ഇത് SLC പരീക്ഷയ്ക്ക് വരാൻ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ്. ഇത് ക്രമം തെറ്റിച്ച് എഴുതുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്രമം തെറ്റിച്ച് തന്നിട്ടുള്ളത് നോക്കാം. ഗാവ് മേ സിർ പർ ബോജ് ഉഠാത്താ രഹ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നുണ്ട്. ഗ്രാമത്തിൽ തലയിൽ ഭാരം ചുമക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലിയെന്ന്. രണ്ടാമത്തെ സെൻറ്റൻസ് ബാരിഷ് മേ ഉസ്കാ ഘർ ഡഹ് ഗയ. മഴയത്ത് അദ്ദേഹത്തിൻ്റെ വീട് എന്താണ് ഒലിച്ചുപോയിന്ന്. 8 സാൽ തക്ക് സൈക്കിൾ റിക്ഷ ചലാത്ത രഹ. 8 വർഷം വരെ അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചു എന്ന്. അടുത്ത സെൻറ്റൻസ് ഇതിൽ തന്നെ ദില്ലി ജാനേക്ക നിശ്ചയിക്കുക. പിന്നീട് അദ്ദേഹം ദില്ലിയിലേക്ക് പോകാൻ നിശ്ചയിച്ചു. അപ്പനെ ഗാവ് സെ കാൻപൂർ ഗയ. തൻ്റെ ഗ്രാമത്തിൽ നിന്നും കാൻപൂരിലേക്ക് പോയി. ഓട്ടോ കോഹി അപ്പന ഘർ ബനായ. ഓട്ടോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടായിരുന്നത്. 2 സാൽ തക്ക് മുഫ്ത് മേ സേവ കർത്താത്ത. 1.5 വർഷം വരെ മുതലാളിയെ സേവിച്ചിരുന്നത്. അപ്പോൾ ഇത് ഓർഡർ അനുസരിച്ച് ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് വന്നത് ഇത് മോളിൽ കൊടുത്തതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസാണ്. ബാരിഷ് മേ ഉസ്കാ ഘർ ഡഹ് ഗയ. മഴയത്ത് അദ്ദേഹത്തിൻ്റെ വീട് നശിച്ചു. സെക്കൻഡ് സെൻറ്റൻസ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ഗാവ് മേ സിർ പർ ബോജ് ഉഠാത്താ രഹ. ഗ്രാമത്തിൽ വെച്ച് തലയിൽ ഭാരം ചുമന്നാണ് അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നത്. പിന്നെ അടുത്ത സെൻറ്റൻസ് എന്താണ്? നാലാമത്തെ സെൻറ്റൻസാണ് ഇതിൽ മൂന്നാമത്തെ സെൻറ്റൻസ്. ദില്ലി ജാനേക്ക നിശ്ചയിക്കുക. ദില്ലിയിലേക്ക് പോകാനായിട്ട് നിശ്ചയിച്ചു എന്ന്. പിന്നെ എന്താ പറയുന്നത്? അഞ്ചാമത്തെ സെൻറ്റൻസ് ഏതാണ്? മുകളിലുള്ളതിൻ്റെ മൂന്നാമത്തെ സെൻറ്റൻസാണ് ഇതിൽ അഞ്ചാമത്തെ സെൻറ്റൻസ് വന്നത്. 8 സാൽ തക്ക് സൈക്കിൾ റിക്ഷ ചലാത്ത രഹ. 8 വർഷം വരെ സൈക്കിൾ റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നു എന്ന്. പിന്നെ ആറാമത്തെ സെൻറ്റൻസ് വന്നത് 2 സാൽ തക്ക് മുഫ്ത മേ സേവ കർത്താത്ത. അതായത് 1.5 വർഷത്തോളം മുതലാളിയെ സേവിച്ചിരുന്നു എന്ന്. അതിൽ മുകളിലുള്ള എൻ്റെ ലാസ്റ്റ് സെൻറ്റൻസാണ്. താഴെ വന്നപ്പോൾ ഓർഡർ അനുസരിച്ച് വന്നപ്പോൾ അത് ലാസ്റ്റ് രണ്ടാമത്തെ സെൻറ്റൻസ്. പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ് വന്നത് ഓട്ടോ കോഹി അപ്പന ഘർ ബനായ. ഓട്ടോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടാക്കിയെന്ന്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്ടോറിക്ഷയുടെ പാഠമാണിത്. അപ്പോൾ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SLC പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം? ഷെയർ ചെയ്ത് കൊടുക്കണം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതാണ്.